കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്നെ നമ്മുടെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി കാണാൻ പോയിരുന്നില്ല, ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ വേണ്ടി പോയിരുന്നില്ല. ആ ധർമ്മേന്ദ്രനെ പ്രധാനെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടുക്ക് ഗണപതി, അപ്പുറത്തെ ധർമ്മേന്ദ്ര പ്രധാൻ, ഇപ്പുറത്ത് ഞാൻ, ഉദ്യോഗസ്ഥന്മാർ വേറെ. അവിടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഗണപതി ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഗണപതി ഭഗവാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ മുഴുവൻ പിന്നെ ഹിന്ദു ദൈവങ്ങളുടെ പോസ്റ്ററാണ്. അവിടെയൊക്കെ പത്രക്കാരനില്ലേ? അല്ല, ഈ പിന്നെ ഈ പുതിയ കോഡ് പത്രക്കാരെ ബാധിക്കുന്നുള്ളവരറിയാമോ? അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിൽ നടക്കുന്നത്. പിന്നെ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വകാര്യ ഫംഗ്ഷനാണ് അല്ലേ? ബിജെപിക്ക് അനുകൂല സംഘടനകളുടെ ഒരു ഇതാണല്ലോ. ഇപ്പൊ എന്തായാലും അദ്ദേഹം ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ മനസ്സിലാക്കിപ്പിച്ചാണല്ലോ. ഇത് കൂടുതൽ ഇന്നാരോ പിന്നെ ഏതോ പത്രക്കാർ വിളിച്ച് രാവിലെ ചോദിച്ചു, സെന്റ് മേരി സ്കൂളിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രോഗ്രാം ഉണ്ടായി, ഞാനും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഈ സമയത്ത് CM കാണാൻ വേണ്ടി പോയിരുന്ന സമയം. വേറെ വല്ല പ്രശ്നം വല്ലതും ഉണ്ടാന്ന് ചോദിച്ചു. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നപ്പോൾ നേരായ മാർഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.